സുഭാഷിന്റെ വീട്ടുകാർ വന്നതിനു ശേഷം ഗൗരിയും രാമേട്ടനും ഹോസ്പിറ്റലിൽ നിന്ന് തിരികെ പോന്നു. ഗൗരി രവിക്കുള്ള ഭക്ഷണവുമായി അവൻ്റെ റൂമിലേക്ക് ചെന്നപ്പോൾ ഗൗരി വല്ലാതെ പേടിച്ചിരിക്കുന്നത് കണ്ട് അവൻ പറഞ്ഞു, നീ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത്? നീ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. അവൻ നിന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ചുവെന്ന് അവൻ പറയുമോ? ഇല്ലല്ലോ. പിന്നെന്തിനാ പേടിക്കുന്നത്? അവൻ മരിച്ച പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ അറിയില്ലേ വീണതല്ല അടിച്ചതാണെന്ന്. അപ്പോൾ പോലീസുകാർ അന്വേഷിച്ചു വരില്ലേ? തലയ്ക്കൊരടി കൊണ്ടുവന്ന് കരുതി അവൻ മരിച്ചു പോവുമൊന്നുമില്ല. അവനെ ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ടുണ്ടല്ലോ, അവർ നോക്കിക്കോളും. നീ ഓഫീസിൽ പോവാൻ നോക്ക്. അവനെ അടിച്ചതാണെന്ന് ദേവേട്ടനോട് പറയണ്ട. ഗൗരി ദേവേട്ടൻ എന്ന് പറയുന്നത് കേട്ട് രവിക്ക് ചിരി വന്നു. അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ നിന്റെ ദേവേട്ടനോട് പറയാനൊന്നും പോകുന്നില്ല. രവി അങ്ങനെ പറയുന്നത് കേട്ട് അവൾ അത്ഭുതത്തോടെ അവനെ നോക്കി. അത്ഭുതപ്പെടുമെന്ന് വേണ്ട, എല്ലാവർക്കും മനസ്സിലാവും. ഞാൻ ചോദിക്കണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. രാത്രി നിങ്ങൾ എവിടെ പോയത്? അവളുടെ മുഖത്തെ അത്ഭുതം വിട്ട് ഒരു പതർച്ചയുണ്ടായി. അത് ബീച്ചിൽ. ആ നേരത്തെ ബീച്ചിൽ പോവേ? ഗൗരി രവിയുടെ മുഖത്ത് നോക്കി ഒന്ന് ചിരിച്ചിട്ട് പറഞ്ഞു, ഞാൻ പോട്ടെ, എനിക്ക് ഓഫീസിൽ പോകാൻ വൈകും. ഗൗരി അവിടുന്ന് പോയപ്പോൾ രവിയുടെ മുഖം സന്തോഷം കൊണ്ട് വിടർന്നു. കള്ളൻ, എന്നോടൊന്നും പറയാതിരിക്കുക എന്ന് മനസ്സിൽ ചിന്തിച്ച് അവൻ പെട്ടെന്നോർത്തു. പക്ഷേ ഹേമ മാഡം, പാവം ഗൗരി, ഒന്നും അറിയാതെ. സാറിന് അവരെ ഒന്ന് ഒഴിവാക്കിക്കൂടെ? എങ്ങനെ ഗൗരിയോട് പറയും? നിലവിൽ ഒരു ഭാര്യ ഉള്ളപ്പോൾ മറ്റൊരു പെണ്ണിൻ്റെ കഴുത്തിൽ താലി കെട്ടിയെന്നറിയുമ്പോൾ അവൾ എങ്ങനെ പ്രതികരിക്കും? സാറിനെ പിന്നെ അവൾ സ്നേഹിക്കുമോ? സാറിനോട് ക്ഷമിക്കാൻ അവൾക്ക് കഴിയുമോ? രവിയുടെ ചിന്തകൾ നീണ്ടു. ഗൗരി ദേവൻ്റെ റൂമിൽ ചെന്ന് അവനെ നോക്കി. അവൻ നല്ല ഉറക്കത്തിലാണ്. ഓഫീസിലെത്തി ഗൗരിക്ക് സുഭാഷിൻ്റെ കാര്യം എന്താവും എന്നോർത്ത് ഒരു സ്വസ്ഥതയും ഉണ്ടായിരുന്നില്ല. ദേവൻ ഉണർന്ന് പ്രഭാത കൃത്യങ്ങളെല്ലാം തീർത്ത് രവിയെ കാണാനായി അവൻ്റെ റൂമിലേക്ക് വരുമ്പോൾ രാമേട്ടൻ അവനെ വാഷ്റൂമിൽ നിന്ന് കൊണ്ടുവരുന്നത് കണ്ട് വേഗം ചെന്ന് അവനെ പിടിച്ച് കട്ടിലിൽ ഇരുത്തി ചോദിച്ചു, സുഭാഷ് എവിടെ? ഫോണുമായിട്ട് എവിടെയെങ്കിലും പോയി നിൽക്കുന്നുണ്ടാവുമല്ലേ? അവനിവിടെ ഇല്ല കുഞ്ഞേ എന്ന് പറഞ്ഞ് രാമേട്ടൻ രവിയെ നോക്കി. അവനെവിടെ പോയി? അവൻ ഇന്നലെ രാത്രി ഒന്ന് വീണു. തലയിടിച്ചാ വീണത്. ഇപ്പോൾ ഹോസ്പിറ്റലിലാ, രവി പറഞ്ഞു. അധികം ഉണ്ടോ? അവൻ്റെ അടുത്ത് ആരാ? അവൻ്റെ ഫോണിൽ നിന്ന് നമ്പർ എടുത്ത് വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അവിടുന്ന് ആൾ വന്നു. നിനക്ക് നല്ലതുപോലെ നടക്കാനാവുന്നത് വരെ സഹായത്തിന് ഒരാൾ വേണം. ഞാൻ ഏജൻസിയിലേക്ക് വിളിച്ച് ഒരാളെ വിടാൻ പറയാം. എനിക്കിപ്പോൾ സഹായത്തിന് ആളൊന്നും ആവശ്യമില്ല സർ. സ്റ്റെപ്പ് കയറുമ്പോഴും ഇറങ്ങുമ്പോഴും കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതല്ലാതെ ഒരാളുടെ ആവശ്യമൊന്നും എനിക്കില്ല. 2 ദിവസം കഴിഞ്ഞാൽ ബാൻഡേജ് മാറ്റുമല്ലോ, കുറച്ചൊക്കെ നടക്കാറാവും. രമ്യയുടെ കല്യാണം അടുത്തില്ലേ, ഞാൻ വീട്ടിൽ പോവുക. നീ നല്ലതുപോലെ നടക്കാറാവുന്നത് വരെ എവിടെയും പോകുന്നില്ല. കല്യാണത്തിൻ്റെ കാര്യമെല്ലാം ഇവൻറ്റ് മാനേജ്മെൻറ്റിനെ ഏൽപ്പിക്കാം. ഇൻവിറ്റേഷൻ ലെറ്റർ നല്ലൊരു ദിവസം നോക്കി പ്രിൻ്റ് ചെയ്യാൻ കൊടുക്കാം. ഇതിനൊന്നും വേണ്ടി നീ പോണ്ട. അമ്മയ്ക്ക് തനിച്ച് ക്ഷണിക്കാൻ നടക്കാനൊന്നും വയ്യ സാർ. അതിന് ഞാൻ തന്നെ പോണം. വിളിച്ചു പറയേണ്ടവരുടെ ലിസ്റ്റ് എടുത്ത് നീ ഇവിടെ ഇരുന്ന് വിളിക്ക്. ചെന്ന് ക്ഷണിക്കേണ്ടവരെ നടക്കാറായിട്ട് പോയി വിളിച്ചാൽ മതി. ഡ്രസ്സും ഓർണമെൻറ്റ്സും എടുക്കാൻ അവരോട് ഇവിടേക്ക് വരാൻ പറയ്. സാർ, നീ പറയടാ. രാമേട്ട, കഴിക്കാനെടുക്ക് എന്ന് പറഞ്ഞ് ദേവൻ അവിടുന്ന് പോയി. ദേവൻ ഓഫീസിലേക്ക് വരുമ്പോൾ ഗൗരിക്ക് പേടി തോന്നി. ഭരതനെ സൽക്കരിച്ചിരുത്തിയതിന് വഴക്കു പറയുമോ എന്നോർത്ത്. എന്നാൽ അവൻ അവളെ ഒന്ന് നോക്കുക മാത്രം ചെയ്ത് അവൻ്റെ ക്യാബിനിലേക്ക് പോയി. കുറച്ചു കഴിഞ്ഞപ്പോൾ 2 പോലീസുകാർ ഓഫീസിനകത്തേക്ക് കയറി വരുന്നത് കണ്ട് ഗൗരി വല്ലാതെ പേടിച്ചു. മഹാദേവ, സുഭാഷ് മരിച്ചോ? അവൾക്ക് വല്ലാതെ അസ്വസ്ഥത തോന്നി. പോലീസുകാർ അവൾക്കരികിലേക്ക് എത്തുന്തോറും അവൾ വല്ലാതെ പേടിച്ചു വിറച്ചു. അവൾക്ക് തല ചുറ്റുന്നത് പോലെ തോന്നി. കുഴഞ്ഞ് താഴേക്ക് വീണു. ഗൗരി എന്ന് വിളിച്ചുകൊണ്ട് ദീപ അവൾക്കരികിലേക്ക് ഓടിയെത്തി. മറ്റെല്ലാവരും എന്താണ് സംഭവിച്ചതെന്നറിയാതെ അവൾക്ക് ചുറ്റും കൂടി. ഓഫീസിലെ ബഹളം കേട്ട് ദേവനും രാജീവുമെല്ലാം ക്യാബിന് പുറത്തേക്ക് വന്നു. ഗൗരി വീണ് കിടക്കുന്നത് കണ്ട് ദേവൻ അവളുടെ അടുത്തേക്ക് വേഗം ഓടിച്ചെന്നു. ദീപ അവളുടെ കവളിൽ തട്ടി വിളിക്കുന്നുണ്ടായിരുന്നു. എന്താ പറ്റിയത്? ദേവൻ അവൾക്കരികിലിരുന്ന് ചോദിച്ചു. അറിയില്ല, പെട്ടെന്ന് വീണു, ദീപ പറഞ്ഞു. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകൂ, പോലീസുകാരിൽ ഒരാൾ പറഞ്ഞു. സ്റ്റെഫി വേഗം വാട്ടർ ബോട്ടിൽ കൊണ്ടുവന്ന് ദീപയ്ക്ക് കൊടുത്തു. ദീപ അതിൽ നിന്ന് കുറച്ച് വെള്ളമെടുത്ത് മുഖത്ത് തളിച്ചപ്പോൾ അവൾ പെട്ടെന്ന് എഴുന്നേറ്റു. എന്തു പറ്റി ഗൗരി? എന്താ ഉണ്ടായേ? ദേവൻ ചോദിച്ചു. തല ചുറ്റിയതാ. പോലീസുകാർ അവൾക്കരികിൽ നിൽക്കുന്നത് കണ്ട് അവൾ പേടിയോടെ ദീപയെ ചേർത്ത് പിടിച്ചു. അവളുടെ ആ നേരത്തെ വെപ്രാളവും പരവേശവും കണ്ട് ദേവൻ ദീപയോട് പറഞ്ഞു, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകൂ. വേണ്ട, എനിക്ക് കുഴപ്പമൊന്നുമില്ല. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല.
ഇതിനു മുമ്പും തലചുറ്റലുണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് രാജീവിനോട് പറഞ്ഞു. രാജീവ്, ക്യാബിനുള്ളിൽ കാറിൻ്റെ കീ ഉണ്ട്. അതെടുത്ത് ഗൗരി ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകൂ. ദീപയും രാജീവും ചേർന്ന് ഗൗരിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. വന്ന പോലീസുകാരോട് ദേവൻ പറഞ്ഞു, വരൂ, ക്യാബിനകത്തിരുന്ന് സംസാരിക്കാം. അവരെ അവിടേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഇരുന്നതിന് ശേഷം SI പറഞ്ഞു, മഹാദേവൻ്റെ കംപ്ലൈൻറ്റ് ഞങ്ങൾ അന്വേഷിച്ചു. അത് നോർമൽ ആക്സിഡൻറ്റ് തന്നെയാ. ഞങ്ങൾ ആളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു. പേടികൊണ്ട് നിർത്താതെ പോയതാണെന്നാ അയാൾ പറഞ്ഞത്. പേടികൊണ്ട് നിർത്താതെ പോയി എന്ന് പറഞ്ഞാൽ അയാളുടെ കാര്യം കഴിഞ്ഞു. ആക്സിഡൻറ്റ് പറ്റിയ ആൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ആര് സമാധാനം പറയും? ഭാഗ്യം കൊണ്ട് ഒന്നും സംഭവിച്ചില്ലല്ലോ മഹാദേവൻ. അങ്ങനെ പറഞ്ഞു വിടാൻ പറ്റില്ല സർ. കേസുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് എൻ്റെ തീരുമാനം. കാര്യങ്ങൾ ലീഗലായി തന്നെ മൂവ് ചെയ്തോളൂ. ആക്സിഡൻറ്റ് നടന്നപ്പോൾ അയാൾക്ക് നിർത്താൻ തോന്നിയില്ലെങ്കിൽ അതിനുള്ള ശിക്ഷ വാങ്ങിക്കൊടുക്കണം. ഇത്തരത്തിൽ ഉത്തരവാദിത്തമില്ലാതെ പെരുമാറുന്നവരെ വെറുതെ വിടാൻ പറ്റില്ല. അത് ഇത്തരത്തിൽ തെറ്റുകൾ ആവർത്തിക്കാനേ സഹായിക്കൂ. അവൻ്റെ വാക്കുകളിലെ ഉറപ്പ് കണ്ടപ്പോൾ SI പറഞ്ഞു, ശരി മഹാദേവ, തൻ്റെ തീരുമാനം അതാണെങ്കിൽ നമുക്ക് അങ്ങനെ തന്നെ മുന്നോട്ട് പോവാം. പോലീസുകാർ പോയി കഴിഞ്ഞപ്പോൾ ദേവൻ രാജീവിൻ്റെ ഫോണിലേക്ക് വിളിച്ചു. രാജീവ് കോൾ എടുത്ത് പറഞ്ഞു, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അവൾക്കൊരു ആക്സിഡൻറ്റ് നടന്നിരുന്നു. അതിൽ തലയിടിച്ച് വീണെന്നാ അവൾ ഡോക്ടറോട് പറഞ്ഞത്. തലയിൽ ക്ഷതം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തലചുറ്റലുണ്ടാകാമെന്നാണ് ഡോക്ടർ പറയുന്നത്. തലയ്ക്കുള്ളിൽ ക്ഷതം സംഭവിച്ചിട്ടുണ്ടോയെന്ന് അറിയണമെങ്കിൽ CT സ്കാൻ ചെയ്ത് നോക്കണമെന്ന് പറഞ്ഞു. ദീപചേച്ചി ഗൗരിയെ കൊണ്ട് CT സ്കാൻ എടുക്കാൻ പോയിരിക്കുക. CT സ്കാൻ എടുത്ത് ഡോക്ടറെ കണ്ടു കഴിഞ്ഞ് വിളിക്ക് രാജീവ് എന്ന് പറഞ്ഞ് ദേവൻ കോൾ കട്ട് ചെയ്തു. CT സ്കാൻ ചെയ്തു കഴിഞ്ഞ റിപ്പോർട്ട് ഡോക്ടറെ കാണിക്കാൻ ദീപയും രാജീവും ഒന്നിച്ചു ചെന്നു. ഡോക്ടർ റിപ്പോർട്ട് പരിശോധിച്ചതിന് ശേഷം പറഞ്ഞു, തലയ്ക്കുണ്ടായ ആഘാതം ചെറുതായി കാണാൻ കഴിയില്ല. ഹെഡ് ട്രോമ കാരണം തലയ്ക്കുള്ളിലെ പ്രഷറിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. ഓവർ ടെൻഷനാവുമ്പോഴോ പെട്ടെന്ന് എഴുന്നേൽക്കുമ്പോഴോ ഒക്കെ ഇങ്ങനെ തല ചുറ്റും. തലച്ചോറിന് ചുറ്റുള്ള ദ്രാവകത്തിൻ്റെ ബാലൻസിലുണ്ടായ തകരാറാ ഈ തലചുറ്റലിന് കാരണം. പ്രഷർ കുറയ്ക്കാനുള്ള മരുന്ന് ഞാൻ എഴുതിത്തരാം. ഒരാഴ്ച കഴിഞ്ഞ് ഒന്നുകൂടി വന്ന് നോക്കണം. ഡോക്ടർ പറഞ്ഞതനുസരിച്ച് എഴുതി കൊടുത്ത മരുന്നുകൾ ഹോസ്പിറ്റൽ ഫാർമസിയിൽ നിന്ന് വാങ്ങി പുറത്തേക്ക് നടക്കാൻ തുടങ്ങിയപ്പോൾ ഗൗരി ദീപയോട് പറഞ്ഞു, ചേച്ചി, ഇവിടെ ICUവിൽ രവേട്ടനെ നോക്കാൻ വന്ന സുഭാഷുണ്ട്. അവനെ കണ്ട് എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് പോവാം. അവനെന്തു പറ്റി? അത് ഇന്നലെ രാത്രി വീണതാ. അവർ ICUവിൽ ചെന്ന് സുഭാഷിനെക്കുറിച്ച് അന്വേഷിച്ചു. സുഭാഷിന് ബോധം വന്നല്ലോ. ICUവിൽ നിന്ന് വാർഡിലേക്ക് മാറ്റിയിട്ടുണ്ട്. ICUവിനുള്ളിൽ നിന്ന് ഒരു നേഴ്സ് വന്ന് പറഞ്ഞു. ഗൗരിക്ക് വല്ലാതെ ആശ്വാസം തോന്നി. നമുക്ക് വാർഡിൽ ചെന്ന് അവനെ കണ്ടിട്ട് പോകാം, ദീപ പറഞ്ഞു. വേണ്ട, കാണുമൊന്നും വേണ്ട, നമുക്ക് പോവാം. ഡോക്ടർ റിപ്പോർട്ട് നോക്കി പറഞ്ഞതിന് ശേഷം രാജീവ് ദേവനെ വിളിച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞു. ദേവൻ ദീപയെ വിളിച്ചു. ഏട്ടത്തി ഗൗരിയെ കൊണ്ട് വീട്ടിൽ പോയിക്കോളൂ. ഞാൻ ഉച്ചയ്ക്ക് ഇറങ്ങുമ്പോൾ വരാം. രാജീവ് അവരെ ദീപയുടെ വീട്ടിലിറക്കി വിട്ട് ഓഫീസിലേക്ക് പോയി. ലഞ്ച് ടൈം ആവാറായപ്പോൾ രാഘവൻ ഓഫീസിന് മുന്നിൽ വന്ന് വാച്ച്മാനോട് ഗൗരിയെ കാണണമെന്ന് ആവശ്യപ്പെട്ടു. എന്നാൽ വാച്ച്മാൻ രാഘവനെ അകത്തേക്ക് കയറ്റിവിടാൻ തയ്യാറായില്ല. അയാൾ ഗൗരിയെ കാണണമെന്ന് അപേക്ഷിച്ചപ്പോൾ വാച്ച്മാൻ പറഞ്ഞു, ഗൗരി മാഡത്തിന് രാവിലെ എന്തോ വയ്യാതായി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരിക്കുക. പിന്നീട് ഓഫീസിലേക്ക് വന്നിട്ടില്ല. വയ്യാതായി ആശുപത്രി കൊണ്ടുപോയെന്നോ? എന്താ അവൾക്ക്? അതൊന്നും എനിക്കറിയില്ല. ആ സമയത്ത് ദേവൻ ഭക്ഷണം കഴിക്കാൻ പോകാനായി ഇറങ്ങി വരുന്നത് കണ്ട് രാഘവൻ അവൻ്റെ അടുത്തേക്ക് വേഗം ചെന്നു. ഗൗരി ആശുപത്രിയിൽ പോയിരിക്കുകയാണെന്ന് അയാൾ പറഞ്ഞു. എന്താ അവൾക്ക്? അവൾക്കൊന്നുമില്ല എന്ന് പറഞ്ഞ് ദേവൻ രാഘവനെ അവഗണിച്ചു. ഒന്നുമില്ലെങ്കിൽ പിന്നെന്തിനാ ആശുപത്രിയിൽ കൊണ്ടുപോയത്? അവളൊന്ന് തലചുറ്റി വീണു, അത്രേ ഉള്ളൂ. അതെല്ലാം ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് ദേവൻ കാറിൽ കയറി. രാഘവൻ സന്തോഷത്തോടെ കാറിൻ്റെ ഡോറിൽ പിടിച്ചു പറഞ്ഞു, തലചുറ്റി വീഴേ? ഈ സമയങ്ങളിലെല്ലാം നന്നായി സൂക്ഷിക്കണം. ഓഫീസിലേക്കൊന്നും വിടണ്ട. ദേവൻ സംശയത്തോടെ രാഘവനെ നോക്കി. ഏത് സമയത്ത്? ആദ്യത്തെ 3 മാസം തലചുറ്റലും ഛർദിയെല്ലാം ഉണ്ടാവും. നല്ലതുപോലെ ശ്രദ്ധിക്കണം.